അതിനുശേഷം തെറിയുള്ളത് പുറത്തു വന്നു. അപ്പൊ ഇത് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളാണ് ഞാൻ. എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ട് എനിക്ക് സംസാരമില്ല. ഇത് പൈസയുടെ പ്രശ്നമായിട്ടോ കാര്യമില്ല. പൈസ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ 2 പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും സൗഹൃദം അല്ലെ, സിനിമ പറഞ്ഞ സൗഹൃദമല്ലേ, അങ്ങനെ ഒരു സിനിമ ഉണ്ടാവുന്നു. ഭയങ്കര ഒരു ക്യാരക്ടർ ആയിരുന്നു, ഭയങ്കര ഫ്രീ ആയിട്ട് എനിക്കിങ്ങനെ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയത് എനിക്കതൊരു വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് എഫക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട്. കാരണം ആ കോൺഗ്രസിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു. അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പോൾ പിള്ളേർ വരാൻ കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറയാം. ഞാനിപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചു. ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ്. വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നു. മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ നോക്കുന്ന ഒരു സ്റ്റില്ലിട്ടിട്ട് ആനയുടെ അടുത്ത് എന്താ വെച്ചിട്ട് എൻ്റെ ഡയലോഗ് വരുന്നത്. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടാണ്. ഇത് എൻ്റെ ഫാമിലിയെ എഫക്ട് ചെയ്ത് എൻ്റെ മോള് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു. അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലിരുന്നിട്ട് അതങ്ങ് പറഞ്ഞു പോയി. ഞാനത് പറഞ്ഞു. അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം. അതിനു മുമ്പേ സംസാരമില്ല. ഇതൊരു ഫെസ്റ്റിവൽ പടമാണ്, ടോക്കില്ല. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് തുറന്നു പറച്ചിലാണ് ഇതിന് വിവാദങ്ങൾക്ക് കൂടുതൽ കാരണമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എല്ലാതും ഓപ്പണായി സംസാരിക്കുന്നു. അല്ല എൻ്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ എൻ്റെ പറച്ചിൽ എനിക്ക് എൻ്റെ പണിയാവാറുണ്ട്. കാരണം ഞാനിപ്പോൾ കമൽ സാർ എന്നെ പറഞ്ഞിട്ടുള്ള ന്യൂസ് ഹൈപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസാണെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത്. അതിനെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല. അത് ഹൈപ്പായപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ, അത് ഏത് വഴിക്കാണ് വരണമെന്ന് ആലോചിച്ചത്. അപ്പൊ അത് വന്നു. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കരയുന്ന പോലെ പറഞ്ഞു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടെ വരെ എത്തിയത്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ, ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച കുട്ടിയുണ്ട്. ഞാൻ കണ്ട ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു. അല്ലെങ്കിൽ കിഷ്കിന്ദയാന്ന് പറഞ്ഞൊരു ഡയറക്ടർ എത്ര പേര് ചെയ്തു. പോട്ടെ, നായാട്ടം എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ ബ്രക്കാട്ട് എത്ര പേര് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത്. അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോടാരും എന്നെ ആരും അറിയിച്ചില്ല, എന്നോടാരും അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ. അത് ഞാൻ കോമണായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്. മൊത്തം ചളാവാണ് സംഭവം. ഇവിടെ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളോ നിങ്ങളൊന്നും ചോദിച്ചു നോക്കിയാൽ ഞാൻ ഒരു മിനിറ്റ് ഞാൻ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് കിട്ടുന്ന സിനിമകൾ അഭിനയിച്ചത്. എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ്. പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ ജോയിച്ചേട്ടാ, ഈ ജിജു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഈ ഭാഷയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ഒരാളാണ് തങ്കച്ചേട്ടൻ എന്നാ പറയുന്നത്. നിങ്ങളുടെ ക്യാരക്ടറാണ്. അതായത് എനിക്ക് നന്നായിട്ട് തെറി അറിയാൻ പറയുന്ന ആളാണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് തെറി അറിയാത്ത ആൾ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി അറിയാത്തുണ്ടെങ്കിൽ ഒന്ന് പറയണം. ആർക്കെങ്കിലും അത് ചോദ്യത്തിന് ആവശ്യം തന്നില്ല. എനിക്ക് തെറി അറിയാവുന്ന ആളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോജുവിനെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഭാഷയെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അല്ലെ അവര് ഞാൻ പറയട്ടെ, ഇത് വളരെ ക്ലിയർ അല്ലേ. ആ ഫുഡ് പേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു. ആ എഗ്രിമെന്റിൽ അവർ പുറത്തുവിടേണ്ടത്. അല്ല അത് എന്താണെന്ന് അറിയോ, ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ചെയ്തിട്ട് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല. ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത്. ഞാൻ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കൊന്നും അല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല. കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ്. പൈസയുടെ ഒരു അളവ് 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അവണി എനിക്ക് കിട്ടിയ എമൗണ്ടാണ്. അതെനിക്ക് കിട്ടിയ എമൗണ്ട് അല്ലല്ല. ഞാൻ പറഞ്ഞു അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറിഞ്ഞു എന്നുള്ള 2 സിനിമയ്ക്ക് ശേഷമാണ് സിനിമ വരുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല. ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക്
ഇതാണ് എൻ്റെ സാലറി എന്നൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണ്. അത് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ പറയുന്നതല്ല, ഞാൻ പൈസയല്ല എൻ്റെ ഒരു വിഷയം. ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ആയാലും എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറയല്ല. ദൈവത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമായിട്ട് ദയവ് ചെയ്ത് ഇത് മാറരുത്. ലിജോ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. അതായത് ലിജോ അത് ആ കുറിപ്പ് വായിച്ചോന്ന് എനിക്കറിയില്ല. കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല, ഇത് ആ ഭാഷ ഉള്ളതാണ്, ആ കഥയിലുള്ളതാണ് എന്നാണ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ്, ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരുമെന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ കയറി പറഞ്ഞത്. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല, തെറിയില്ലാത്ത വേഷമാണ് വന്നതെന്ന് പറഞ്ഞു. തിയേറ്ററിൽ തെറിയുള്ള വേഷം ഇറങ്ങുകയും ചെയ്തു. ആ സമയത്ത് ഇതിങ്ങനെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചില്ല. പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറയേണ്ട കാര്യം ഇത് ഇപ്പൊ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം, എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടതിന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് വായിൽ വന്നത്. അല്ലെങ്കിൽ അത് മിണ്ടേ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞ കാലം, കുറെ കാലം മുമ്പുള്ള കേസല്ലേ, ഇത് വിട്ടതാ. പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം 100% എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ട് വേറെ വേർഷൻ ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ. IFK പ്രദർശിപ്പിച്ചിട്ടുള്ള പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയില്ലാത്തൊരു വേർഷനാണ്. ആരും ഒരു റിപ്ലൈ തന്നില്ല. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല, അന്നേ തീർന്നു പോകുന്നത്. എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നു, ഞാൻ ലിജോ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന് ഡയറക്ടർ എന്നുള്ളത് ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെ എതിരെ എന്നുള്ളതല്ല, ലിജോ ഈ ഒരു കാര്യം ലിജോ ഇത്രകൊണ്ട് ഞാൻ മറുപടി പറയേണ്ടത്. എന്നെ വിളിച്ചിട്ടില്ല. ജോയിച്ചേട്ടാ ഇപ്പോഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടക്കുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു ഇന്റർവ്യൂല് അവസരത്താൽ പറഞ്ഞു എന്ന് പറയുന്നു. ലിജോ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, പൈസയുടെ കണക്കാണ് അതിനകത്തുനിന്ന് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളോ പറഞ്ഞത്. ഇതിന് മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാണ്. റെസ്റ്റോറന്റിൽ മാത്രമാണ് ഇവർ നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ജോയിച്ചേട്ടൻ അല്ല. നിരന്തരം തന്നെ പറയുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം, നമ്മൾ ഇന്നൊരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞപ്പോൾ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്തു. ഞാൻ ഇതിനെ ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFK കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയാന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് കയറി വന്നപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ. അപ്പം അതാണ് ഇത് ഒരിക്കലും ദയവ് ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല. ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാൻ പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് സാനികന് കുറിപ്പിടേണ്ടി വന്നത് എന്നാണ് ലിജോ പറഞ്ഞു വെക്കുന്നത്. ഞാൻ എനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വൈകാരികമായ പ്രശ്നം വന്നെന്ന് പറയുന്നത്. ഇനി ഇത്തരത്തിലൊരു പ്രോജക്റ്റോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ കണ്ടെത്തേണ്ടത് അല്ല. ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ ഇപ്പോഴും പറയുന്നു. ഇപ്പൊ അതിനോട് ഒരാള് പുള്ളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല, ഇങ്ങനെ ഇറക്കാൻ ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നത് ഞാൻ എന്റെ മൈൻഡ് പ്രിപ്പയർ അല്ല. സമൂഹത്തിൽ നിങ്ങൾക്കറിയാത്തതാണ്, നമുക്കറിയാവുന്നത് മറ്റുള്ളവരുടെ നേരെ ഉപയോഗിക്കാതിരിക്കാൻ ഒരു മര്യാദ പൊതുസമൂഹം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ജോയിച്ചേട്ടന് അറിയാം. ഞാൻ പറയാതെ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ളതല്ല, പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്.
വായിച്ചപ്പോൾ അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് സിനിമ അല്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യില്ലായിരുന്നു. ഫെസ്റ്റിവലിനുള്ള സിനിമ അല്ലായിരുന്നെങ്കിൽ ചുരുളി ചെയ്യില്ലായിരുന്നു. ഉറപ്പായിട്ടും ചെയ്യില്ല. ഉറപ്പായിട്ടും ചെയ്യില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ അതൊന്നല്ല വിഷയം. എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലല്ലോ എന്റെ വീട്ടുകാര് എന്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത്, അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്തത്. ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞത്, എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിരുന്നു, നല്ല അഫ്സലായിട്ട് തെരുവ് വിളിച്ചിരുന്നു, പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോൾ ഞാനത് ഓർത്തു, ഞാൻ അവിടെ പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എൻ്റെ സാലറിൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തു കൊടുക്കണം. റിലീസ് ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലും അറിയിച്ചിരുന്നില്ലേ? OTT റിലീസ് ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലും പറഞ്ഞിരുന്നില്ലേ? ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്ന കാര്യം, റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോയുടെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലി ഇട്ടുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എനിക്കിതില്ല. പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, ഇതൊരു വിഷയമായി. ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കാനാണ് ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. ഞാൻ വീണ്ടും അത് ചമ്മണ കേസാണല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ഇതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല, ഞാനൊരു ക്ലാരിഫിക്കേഷൻ. കാരണം വെച്ചാല് ഞാൻ പറയുന്നതല്ലേ, എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ്. അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോയുടെ അടുത്ത് തിരിച്ചയച്ച ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ എടുക്കും. അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള കേസാണ്. പറയുന്നുണ്ട് ആ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് അവസാനം, ഇനി ഒരു അവസരം കിട്ടിയാൽ പടം തിയേറ്ററിൽ റിലീസ് ചെയ്യും എന്നും കൂടി അവസാനം എഴുതി വയ്ക്കുന്നുണ്ട്. അത് അവരുടെ റൈറ്റ്സ് അല്ലേ, ഞാനെന്ത് പറയാനാണ്? എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളതിനെങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എഗ്രിമെന്റ് ഉണ്ട്. ഞാനിപ്പം ഞാനത് കൂടുതൽ പോകുന്നില്ല. എന്തായാലും എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ 5 ലക്ഷം രൂപ എനിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്തത് അതല്ല, ആ എഗ്രിമെന്റാ പുറത്തു വിടുന്നത്. എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല. ഇത് എന്തുകൊണ്ട് സംസാരിക്കുന്നത് അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചോദിച്ചോട്ടെ, ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടോ? ആർട്ടിസ്റ്റിന്റെ എഗ്രിമെന്റ് ഉണ്ടല്ലോ. അത് നിർമ്മാതാക്കളുടെ സംഘടന ഫോമിൽ എഗ്രിമെന്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ടെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. ഞാൻ ഈ ചർച്ച, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാമെന്ന ഒരാളായിട്ട് കാണരുത്. നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് വിട്ടു. ഞാൻ അതിന്റെ പേരിൽ 1.5 മാസം മുമ്പ് ലിജോ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്.
ഞാൻ അതിൻ്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ അവരോട് ചോദിച്ചു മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല. അത് ഫോണിലൂടെയാണോ അതെയോ മെസ്സേജ് ആയിട്ടാണോ എങ്ങനെയാണ് അവർ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്? എന്നിട്ടും മറുപടി ഉണ്ടായില്ല. ഇല്ല, ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക്. ഇത് കത്തിക്കാനല്ല, ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണം. ദയവേത് അങ്ങനെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഞാനില്ല, ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകൾ അതാ, അതായത് എന്നാരും അഭിനന്ദിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാണ്, മൊത്തം ട്രോളും സാധനങ്ങളും. ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 10-12 വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് ആൾക്കാർ ഞാൻ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയത്. എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്താണ് ജോജുവിന്റെ ഏറ്റവും അടുത്ത ചെമ്പൻ ഉൾപ്പെടെയാണ്. ഈ ചെമ്പനോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ കാര്യത്തിലോട്ടോ ഒന്നിലോട്ടും ഞാനില്ല. എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുക പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ. അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. ചേട്ടാ ഒറ്റൊരു കാര്യം, അതായത് ചേട്ടാ പറഞ്ഞല്ലോ പലതവണ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇത് ലിജോയ്ക്ക് അറിയാമായിരുന്നു ചേട്ടൻ സംസാരിച്ച കാര്യങ്ങൾ? തീർച്ചയായിട്ടും അറിയാമായിരുന്നു, തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ. ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത്, എനിക്ക് ഞാനിതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതല്ല കാണും. ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിൻ്റെ വരും. കാരണം ഇപ്പം എങ്ങനെ പറയാം, എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത്. എൻ്റെ പോലെ അല്ല, ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിന് അവർ സഫർ ചെയ്തു. പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. പൈസയുടെ കാര്യം ഒരിക്കലുമില്ല. എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഒരാളെ വിളിച്ചിട്ട് അല്ല, ഇത് വേറെ ലെവലിലാണ്. ഞാൻ അവരായിട്ടുള്ള അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു, അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ്. ചേട്ടാ ലിജോ പോലും ഒരു ഘട്ടത്തിലും വിളിച്ചിട്ടില്ലേ? ലിജോ പോലും ഒരു ഘട്ടത്തിലും വിളിച്ചിട്ടില്ല? ഒരാൾ വിളിച്ചിട്ടില്ല. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത്. ലിജോ ഡയറക്ടറാണ്. ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. പക്ഷെ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. എൻ്റെ എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതുന്നത്. അത് വിടണം. അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം. അതല്ലാതെ ഒരു പേപ്പർ ഇട്ടിട്ട് അത് ഓക്കെ, എനിക്ക് കിട്ടുന്ന പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചോട്ട് പോകാന്നുള്ളത് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗസ്ട്രോളാവും? ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിനെ പോയി അഭിനയിക്കേണ്ട കാര്യം? ഒരു മെയിൻ ഒരു ഗസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഗസ്ട്രോൾ അല്ല, അത് മെയിൻ ക്യാരക്ടറാ. ആ സിനിമയിലെ താങ്കൾ കുറെ സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, അവരും സമാനമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെയും തെറ്റിദ്ധരിപ്പിച്ചു എന്നാണോ? അല്ല, അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുവാന്ന് ഞാനതാണ് കരുതുന്നത്. അപ്പോ കിട്ടിയപ്പോ അപ്ലിക്കേഷനും കിട്ടി, അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങൾ കിട്ടി. ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തതുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഇപ്പോഴും പറയുന്നു. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു കൊടുക്കണം. ഇങ്ങനെയൊക്കെ പോക്ക് ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് അവനിപ്പോ മാറ്റി പറയുന്നു പറഞ്ഞാൽ അത് അതനുസരിച്ച് ഇറക്കി വിടണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എഗ്രിമെന്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം. ഇതിനൊന്നുമല്ല. പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫർ ചെയ്ത് ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരിൽ. അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല. അത് 3 ദിവസം ഒരിക്കലും അല്ല. 3 ദിവസം അല്ല. വിശ്വസിച്ചോളൂ. വളരെ സുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ശരിയാ, താങ്ക് യു കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്ന എല്ലാവരോടും നന്ദി. കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുക. ഉത്തരം പറയാ പ്രശ്നം ഉണ്ടാവും, ഉത്തരം പറയാനുള്ളത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞതാണ്
എൻ്റെ ഒരു വിശ്വാസം. ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പം ഈ ഇന്റർവ്യൂവിന് ശേഷം LGP ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ സൗഹൃദം തുടരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പൊ LGP ആയിട്ടുള്ള ഒരു സൗഹൃദം ഇനിയും തുടരണം. ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു ഒരു ശത്രുവായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നില്ലെന്ന്. എന്റെ ശത്രുവല്ല. ഇതിലിപ്പോ അവര് ഒരു കാര്യം പറഞ്ഞു, ഞാൻ എന്റെ കാര്യം പറയണം. അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത്. മനസ്സിലായോ? എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല. എന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട്. പൈസയുടെ കണക്കുകൾ പറയുന്നില്ല. പൈസയുടെ കണക്ക് പറയണ്ട. ദിവസങ്ങള് അഭിനയിച്ച ദിവസം എന്നുള്ള ആ സിനിമയിലെ ഗസ്റ്റ് റോൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. ഇതിൽ കൂടുതൽ പൈസ അർഹിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇപ്പോഴും എന്റെ ശമ്പളം പറയാം, ഞാൻ അപ്പൊ വാങ്ങണ പൈസ എത്രയാണ് അത്ര വാങ്ങണം. അതാണ് എന്റെ അതിനനുയോജ്യമായ ആനുപാതികമായ ഒരു ശമ്പളം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ വെറുതെ അന്വേഷിച്ചു. പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ല. ജോസഫിനും കുറഞ്ഞതിനു ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന 5 ലക്ഷം രൂപയല്ല. അത് എത്ര ആയിക്കോട്ടെ. ഒരു സംശയം, ആദ്യം അവർ 5 പറയുന്നു, അയ്യേ അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു പരിപാടിയില്ല. പറഞ്ഞ വാക്കിന് മാത്രം പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സംശയം. ഷൂട്ടുണ്ട്. ഞാൻ സാലറി എമൗണ്ട് ആണ് 5,90,000 രൂപ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നും, നിർമ്മാതാക്കൾ ഇത്ര വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു നടൻ വന്ന് 3 ദിവസം അഭിനയിച്ചതിന് 6 ലക്ഷം രൂപയോളം സാലറി മേടിച്ച് പോകുമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഒരു നടന്റെ സാലറിയൊക്കെയാണ്. ഒരു എഗ്രിമെന്റ് ഉണ്ടാവല്ലോ. ഇതൊക്കെ പറഞ്ഞത് സത്യമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് കൂടെ അല്ലേ? ഒരു വെറുതെ 5 ലക്ഷം രൂപ പോസ്റ്റ് എനിക്കത് മാത്രമേ ആ പൈസയുടെ കാര്യത്തിൽ എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാം പറഞ്ഞതാണ് എന്റെ വിശ്വാസം. അതായത് ഇനി കൂടുതൽ എനിക്ക് വൈകി ദയവ് ഇത് കൂടുതൽ കൊളാക്കാനില്ല. കാരണം ഇത് നിങ്ങള് ഷോപ്പല്ല, നമുക്ക് മുന്നോട്ട് എനിക്ക് പോകണം, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി എന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അത് എടുക്കണം പ്ലീസ്. ഇതൊന്ന് ചോദിക്കരുത്.